നമ്മൾ ഇനി പശ്ചിമേഷ്യൻ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് ഇറാനിൽ നാം കാണുന്നതും ഇതുപോലത്തെ വിഷയമാണ്. മക്ക മുശ്രിക്കുകൾ നടത്തിയ അതേ ധിക്കാരമാണ് ഇസ്രായേലും അതുപോലെ അമേരിക്കയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീൻ തരിച്ച് തകർത്ത് തരിപ്പണമാക്കി മുഴുവനും ഭൗമോപരിതലത്തിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. എപ്പോൾ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇറാനിലേക്കാണ് വരുന്നത്. മുമ്പ് ഇറാഖ് ആക്രമിക്കാനുള്ള കാരണം തന്നെയാണ്. പഴയ വീന് പുതിയ കുപ്പിയിലേക്ക് ഇട്ടാണ് ഇപ്പോഴും ആരോപണം വരുന്നത്. അണുബോംബ് സൃഷ്ടിക്കുന്നു എന്നാണ് കാരണം പറയുന്നത്. ഇറാഖിനെ ആക്രമിക്കാനുള്ള കാരണം എന്താ പറഞ്ഞത്? അമേരിക്ക എന്താ പറഞ്ഞത്? അവിടെ അണുബോംബ് സൃഷ്ടിക്കുന്നു എന്നാണ്. സംസാരം കേട്ടാൽ തോന്നിപ്പോവും ഇവരെ കയ്യിൽ ഒരു പേനക്കത്തി പോലും ഉപയോഗിക്കാത്ത ആൾക്കാരാണ്. അണുബോംബ് എത്രത്തോളം അമേരിക്ക സൃഷ്ടിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ കയ്യിലുള്ള കരങ്ങളിലുള്ള യുദ്ധസന്നാഹങ്ങൾ എന്താണെന്ന് ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇറാഖ് പറഞ്ഞ മറുപടിയുണ്ട്, അണുബോംബ് കൊണ്ട് ഞങ്ങൾ പ്രയോഗം നടത്തൂല. കാരണം എന്താണ്? അണുബോംബ് ഞങ്ങൾ സൃഷ്ടിക്കുന്നുമില്ല, ഇനി ഉണ്ടാക്കിയാൽ തന്നെ അതുകൊണ്ട് ഞങ്ങൾ ഉപയോഗിക്കുകയുമില്ല എന്ന് പറഞ്ഞത്. ഒരു സമുദായത്തിന് മുഴുവനും, അത് മുസ്ലിം എന്നല്ല മനുഷ്യ സമൂഹത്തിന് മുഴുവനും നശിപ്പിച്ചു കളയുന്ന അണുബോംബ് എന്ന വസ്തു ഞങ്ങൾ ഉണ്ടാക്കൂല, ഉണ്ടാക്കിയാൽ തന്നെ ഉപയോഗിക്കുകയുമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുമെങ്കിൽ എത്ര ഉണ്ടാക്കുന്നത്? അങ്ങനെയാണോ? അങ്ങനെയല്ല. ഒരു നിലപ്പ് ഞങ്ങൾ ഉപയോഗിക്കുകയുമില്ല, ഉണ്ടാക്കുകയുമില്ല. എന്നിട്ട് ഇറാഖിനെ ആക്രമിച്ചതിന് ശേഷം പിന്നെ ബ്രിട്ടൻ എന്താ പറഞ്ഞത്? അത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. സദ്ദാം ഹുസൈനെ കൊന്നതിന് ശേഷം നമ്മൾ ഖുമൈനിയുടെ ആശയത്തോട് യോജിക്കുന്നില്ല. അത് ആശയത്തോട് യോജിച്ച് പറയുകയല്ല നമ്മൾ ചെയ്യുന്നത്. രാഷ്ട്രത്തിന്റെ തലവന്മാരെ വധിച്ചു കളയുക, ഒരു രാഷ്ട്രത്തിന്റെ തലവനെ മുഴുവൻ വധിച്ചു കളയുക, ആ രാജ്യത്തിന്റെ ഒരു നല്ല ചുറ്റുപാടിൽ കടന്നു പോകുന്ന ഒരു രാജ്യത്തിന്റെ രാഷ്ട്ര നേതാക്കളെ വധിച്ചു കളയുക, ഒരു പരമാധികാര രാഷ്ട്രത്തെ കടന്നാക്രമിക്കുക, ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഒരു വിഷയവുമില്ല, ഒരു കാരണവുമില്ല, പറയത്തക്ക കാരണമില്ലാതെ വധിച്ചു കളയുന്ന, നിഷ്കാസനം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ. മുമ്പ് ബദറിൽ നടന്ന സംഭവം, സ്വഹാബത്തെ കിറാം റളിയല്ലാഹു തആല അൻഹും അവരോട് ചെയ്ത സംഭവം, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹദീസിന്റെ ഉള്ളറകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന് 2026 നടക്കുന്ന സകലമാന വിഷയങ്ങളെയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2026 നടക്കുന്ന യുദ്ധത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഖിയാമത്തിന്റെ അടയാളങ്ങൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഓരോന്നും ഒരു സുപ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നത് പോലെ അടയാളങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മറുപടി അവസാനം ഇതിന്റെ ഫുൾ സ്റ്റോപ്പ് ഇറാനും അതുപോലെ അമേരിക്കയും ഇസ്രായേലും നടക്കുന്ന ഈ ഒരു വിഷയം അത് അതിൽ മാത്രം ഒതുങ്ങൂല, അത് സ്പ്രെഡ് ചെയ്യും.